ഹലോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുറച്ച് സ്ട്രോബെറി ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു തണുത്ത ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ഡ്രിങ്കിന് നമുക്ക് ജെല്ലി ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറി ജെല്ലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പാക്കറ്റ് വാങ്ങിച്ച് അതിൽ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഇപ്പോൾ ജെല്ലി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം ഒന്ന് സെറ്റ് ആവണം. അപ്പോൾ അത് നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 2 മണിക്കൂർ നേരം ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് കുറച്ച് സ്ട്രോബെറിയാണ്. നല്ല ഫ്രഷ് സ്ട്രോബെറി ഇവിടെ എടുത്ത് വാഷ് ചെയ്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 3/4 കപ്പോളം സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. സോ ഇനി ഒരു പാന് നമുക്ക് സ്റ്റവിൽ വെച്ചതിന് ശേഷം ഈ സ്ട്രോബെറി പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക. കാരണം ചില സ്ട്രോബെറി നല്ല പുളിപ്പുണ്ടാവും. അപ്പോൾ ആ പുളിപ്പ് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനാവശ്യത്തിനുള്ള പഞ്ചസാര കുറച്ച് അധികം തന്നെ നമുക്ക് ഇടേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ കുറച്ചൊരു സമയം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചൊരു സമയം എടുത്തിട്ട് തന്നെ നമുക്കിത് ചെയ്യണം. കാരണം ഇത് ഈ ഷുഗർ പഞ്ചസാര മെൽറ്റ് ആവണം, സ്ട്രോബെറി ഒന്ന് നന്നായിട്ട് കുക്കാവണം. ഇത് രണ്ടും കൂടി നല്ല മിക്സായിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു ജാമിൻ്റെ ഒരു പരുവം പോലെ വരും. അപ്പോൾ അതുവരെ നമുക്ക് തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്നിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഇളക്കാതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. സൈഡിലൊക്കെ ഷുഗർ എല്ലാം കാരമലൈസ് ആയിട്ട് അങ്ങനെ ഒട്ടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുവിധം സ്ട്രോബെറി ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ആ ഷുഗർ എല്ലാം ഇതിൻ്റെ കൂടെ മിക്സായി ഒരു ജാമിൻ്റെ ഒരു പരുവം പോലെ ആയിട്ടുണ്ട്. എന്നാലും കുറച്ചൊരു വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് നന്നായിട്ട് വറ്റണം. അപ്പോൾ അതുവരെ ഇത് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ നമ്മുടെ ഈ സ്ട്രോബെറി സോസോ സ്ട്രോബെറി ജാമോ എന്ത് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ആ ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ ജെല്ലി എന്തായെന്ന് കൂടി നോക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. ജെല്ലി നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ജെല്ലി ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കണം നമുക്ക്. അപ്പോൾ അതിനൊരു ബൗളോ അല്ലെങ്കിൽ ഒരു കപ്പോ നിങ്ങൾ ഏതിലാണ് സെർവ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ അത് എടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ അടിയിൽ ആദ്യത്തെ ലെയറായിട്ട് നമ്മുടെ സ്ട്രോബെറി ജാം ചേർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബോട്ടം ലെയറിൽ കുറച്ചിങ്ങനെ പരന്ന് ഇരിക്കുന്ന ആ രീതിക്ക് നമ്മൾ ആ ജാം ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം അടുത്ത രണ്ടാമത്തെ ലെയർ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഐസ് ക്യൂബ്സാണ്. കുറച്ച് നല്ല ക്രഷ് ചെയ്തിട്ടുള്ള ഐസ് ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ക്യൂബ്സാണ് ചേർക്കുന്നത്. അപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജെല്ലി അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർക്കുക. ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് പാലാണ്. അപ്പോൾ കാച്ചിയ പാല് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. കാച്ചുമ്പോൾ തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് കാച്ചിയതാണ്. അപ്പോൾ പാല് നമുക്ക് ആവശ്യത്തിന് ഇത്രയും ഈ ഒരു അളവിന് നമുക്ക് പാല് ഒഴിക്കാം. അതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ചുകൂടിയും നമ്മുടെ സ്ട്രോബെറി ജെല്ലിയും കൂടിയും ചേർത്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോബെറി ഡ്രിങ്ക് ഇവിടെ റെഡിയായി. സ്ട്രോബെറി മിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ ഒരു അഡീഷൻ വേണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ള സ്ട്രോബെറിയും അതിൻ്റെ മേലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഡ്രിങ്ക് ഇഫ്താറിനെ പറ്റിയ നല്ല തണുത്ത സ്ട്രോബെറി ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഇത്തവണ ഇഫ്താറിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.